ബട്ടർഫ്ലൈ എന്നൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അത് വഴക്കിയൻ 18/9 എന്ന തമിഴ് സിനിമയുടെ റീമേക്കാണ്. ബാലാജി ശക്തിവേൽ ഡയറക്റ്റ് ചെയ്തത്. സോ ബാലാജി ശക്തിവേലാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് രാജമുരുകന് വേണ്ടി. രാജമുരുകൻ ഇസ് കുക്കൂസ് ഡയറക്ടർ. സോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡൽഹിയിലിരിക്കുമ്പോൾ അച്ഛന് ഫോൺ വരാണ് ഫ്രം ഫോക്സ് സ്റ്റാർ. എന്നിട്ട് അച്ഛനോട് പറയുക, മാളു യു ഗോട്ട് എൻ ഓഫർ ടു പ്ലേ ബ്ലൈൻഡ്. സോ ഐം ലൈക്ക്, അച്ഛൻ തമാശ പറയല്ലേ, സീരിയസ്ലി എനിക്ക് അഭിനയിക്കാമെന്ന് ആർക്കും അറിയില്ല, എനിക്ക് പോലും അറിയില്ല. സോ വെറുതെ എനിക്ക് അങ്ങനെ ഓഫർ വരില്ല. സോ ഐ തോട്ട് മേ ബി ഹീസ് ജസ്റ്റ് ടോണ്ടിങ് മീ. അച്ഛൻ ഹീസ് ലൈക്ക്, ഐ എം സീരിയസ്, ഫോക്സ് സ്റ്റാറാണ് വിളിച്ചത്. ഓക്കെ, അനദർ ഷോക്ക്. ആൻഡ് ദെൻ ഓക്കെ, ബ്ലൈൻഡ് ക്യാരക്ടർ ഐ വോണ്ടഡ് ടു ടേക്ക് ഇറ്റ് അപ്പ്. ഒരു ചെറിയ ചാലഞ്ച് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുവരെ ഞാൻ ചെയ്ത സിനിമ വാസ് മോർ ഓഫ് മീ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. ബ്ലൈൻഡ് കുറച്ച് ബുദ്ധിമുട്ടും, കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ 10th ആണ്. ഞാൻ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് പോയി, സ്റ്റേറ്റ് മാറി. അപ്പോൾ സ്കൂളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം. ആൻഡ് ത്രൂ ഔട്ട് 10th ഷൂട്ടിംഗ് ഉണ്ടാവും. ആൻഡ് പറഞ്ഞ ഡേറ്റിനേക്കാളും കുറച്ചും കൂടി കൂടുകയും ചെയ്തു കുക്കു. അപ്പോൾ 10th മൊത്തം നമ്മൾ ഫോഴ്സേക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഓക്കെ, ചെയ്യാം. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ആ സമയത്ത് ഞാൻ രാജമുരുകൻ അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, യു ക്യാൻ ഡു ഇറ്റ്. ഐ സോ യുവർ ഒരു ആൽബം ചെയ്തിരുന്നു. ഐ സോ യുവർ ആൽബം, ഐ സോ പകിട എന്നൊക്കെ പറഞ്ഞ് ഹി വാസ് ജസ്റ്റ് ട്രൈങ് ടു കാം മീ. അപ്പോൾ ഐ വാസ് ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. സംസാരം വളരെ ഫോമലായിരുന്നു. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഫോക്സ് സ്റ്റാർ ഓഫീസിലിരിക്കുകയാണ്. ഞാനും അമ്മയുണ്ട് എൻ്റെ കൂടെ. ആൻഡ് അപ്പോൾ ആദ്യമായിട്ട് രാജമുരുകനെ കാണും. വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ വരും. ഐ വാസ് ലൈക്ക്, തമിഴ് സിനിമ. രാജമുരുകൻ ഭയങ്കര റിനോഡ് ജേർണലിസ്റ്റാണ്. സോ വളരെ സീരിയസ് ആയ ആളാവും. അയ്യോ, പണി കിട്ടി. ആൻഡ് അപ്പോൾ പെട്ടെന്ന് അവർ കയറി വരികയാണ്. വളരെ യങ്, വളരെ ലീൻ. ഹീ ഡസൻറ്റ് ലുക്ക് ഓൾഡ്. സീരിയസ്ലി ഹീ ഡസൻറ്റ് ലുക്ക് ലൈക്ക് എ ജേർണലിസ്റ്റ്. സീരിയസ് ജേർണലിസ്റ്റ് നോ. ആൻഡ് വളരെ ചിരിച്ചിട്ടാണ് കയറി വന്നത്. അപ്പോൾ തന്നെ കുറച്ച് ടെൻഷൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ സംസാരിച്ചപ്പോൾ വളരെ ജോളിയാണ്. ആൻഡ് നോ ഫോഴ്സിങ്, ഒന്നുമില്ല. പിന്നെ വർക്ക്ഷോപ്പിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പം കുറച്ച് കോൺഫിഡൻസ് കൂടി. പിന്നെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉറപ്പായത്, ഓക്കെ എനിക്ക് ചെയ്യാം, സ്വതന്ത്ര കൊടിനെ എനിക്ക് പോർട്രേ ചെയ്യാം, രാജമുരുകൻ വിൽ ബി സാറ്റിസ്ഫൈഡ് എന്ന്. സോ യെസ്, ത്രൂ ഔട്ട് ദ മൂവി ഐ കെപ്റ്റ് ഓൺ ലേണിങ്. സിനിമയുടെ ആദ്യത്തെ 2-3 ദിവസം രാജമുരുകൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. തമിഴ് ഡയലോഗും പിന്നെ കൊടിയും എല്ലാം കൊണ്ട്. അത് കഴിഞ്ഞ് എവിടെയോ ദെർ വാസ് എ സിങ്ക്. മോർ ദൻ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ അപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മിസ്റ്റേക്ക് അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ദെയർ ത്രൂ ഔട്ട് ദ മൂവി. എൻ്റെ കോസ്റ്റാറിനോടുള്ള ഇക്വേഷനും വളരെ നന്നായിരുന്നു. ആൻഡ് ഐ എം ആസ് എൻ ആക്ട്രസ്, ആസ് എ പേഴ്സൺ കുറേ ഞാൻ യുനോ കുറച്ചും കൂടി വൈഡ് തിങ്കിങ് ആയിട്ടുണ്ട് എനിക്ക് ആഫ്റ്റർ കുക്കു. ആൻഡ് ഐ എം സോ ഹാപ്പി ഐ സൈൻഡ് ഇൻ ഫോർ കുക്കു. വർക്ക്ഷോപ്പിൽ ഞാൻ പലതും പഠിച്ചു. അവരുടെ ക്യാരക്ടർ ഞാൻ വിചാരിച്ചു ബ്ലൈൻഡ് ആയിരിക്കുമ്പോൾ യുനോ കോൺഫിഡൻസ്, ദേ വോണ്ട് ബി കോൺഫിഡൻറ്റ്, ഭയങ്കര ഷോകാവും എപ്പോഴും, വെരി മൂഡി, എനർജി ഉണ്ടാവില്ല. ബിക്കോസ് അതുവരെ ഞാൻ ഒരു ബ്ലൈൻഡായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ വന്ന എല്ലാവർക്കും ഹാഡ് ദെയർ ഓൺ ലെവൽ ഓഫ് എനർജി ആൻഡ് ദേ വർ സോ പോസിറ്റീവ്. സംസാര രീതി, അവരുടെ പറയുന്ന തമാശയുടെ ലെവലൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. ആൻഡ് എൻ്റെ ക്യാരക്ടറും വളരെ കോൺഫിഡൻ്റ് ആണ്. സോ പേഴ്സണലി ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് യെസ്, ടഫായിരുന്നു വളരെ. അവരുടെ മാനറിസം ഒക്കെ അതേപോലെയല്ല, അവരുടെ ഒരു ഹാങ് കിട്ടണം നമുക്ക്. അവർ ചെയ്യുന്നൊരു അവരുടെ മൂവ്മെൻറ്റ് ഇസ് സിമിലർ ടു യുനോ സീയിങ് പീപ്പിൾ. പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. വളരെ പെക്യുലർ റിയാക്ഷൻസ് ആണ്. കാരണം അവർക്ക് അവരുടെ മുഖം കാണാൻ പറ്റില്ല. സോ അവർ ചിരിക്കുന്നതിന് ഭയങ്കര ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പോസ് ചെയ്ത് പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ചിരിക്കില്ല. അവർ ദേഷ്യപ്പെടുന്ന രീതി, അവരുടെ സം പീപ്പിൾ കീപ്പ് ഓൺ മൂവിങ് ദർ ഐബ്രോസ് വെറുതെ. ഐ മീൻ അവർക്കറിയില്ലല്ലോ അവരെന്താ ചെയ്യുന്നത്. ഒരു മസിൽ മൂവ്മെൻറ്റ് മാത്രമാണ് അവർക്കത്. സോ അതിന്ന് ചില റിയാക്ഷൻ ഞാൻ അറിയുന്ന സ്വതന്ത്ര കൊടിക്ക് സൂട്ട് ചെയ്യുന്ന ചില റിയാക്ഷൻ ഞാനെടുത്ത് മൂവിയിൽ മൊത്തം മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിനിങ് അതാണ്
തുടക്കം നമ്മൾ ചിലപ്പോൾ ബ്ലൈൻഡായി മര്യാദയ്ക്ക് അഭിനയിച്ച് അവസാനമായിട്ട് അഭിനയിച്ച് കൂടിയിട്ട് മെൻ്റലി ചാലഞ്ച്ഡ് ആവും. അതിനുള്ള വളരെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. കുറച്ച് കൂടുമ്പോൾ ഡയറക്ടർ അപ്പോൾ തന്നെ പറയും ഇത്രയും വേണ്ട, ബ്ലൈൻഡായാൽ മതി. ആൻഡ് യെസ്, അതൊക്കെ തന്നെയായിരുന്നു ചാലഞ്ചസ്. വി വെൻറ്റ് ഫോർ ഒരു തിയേറ്റർ ട്രാവൽ. ഞങ്ങൾ ആദ്യം മധുരൈ, പിന്നെ സേലം, പിന്നെ തിരുപ്പൂർ ആൻഡ് ഇന്ത്യൻ കോയമ്പത്തൂർ. അപ്പോൾ അവിടെ എല്ലായിടത്തും ഒരു രണ്ട് തിയേറ്റർ വീതം ഞങ്ങൾ കണ്ട് റെസ്പോൺസ് നേരിട്ടറിയാൻ, മീ ദ ഡയറക്ടർ ആൻഡ് ദ ഹീറോ, അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ. അപ്പോൾ ദിനേശ്, ഹീസ് ഓൾറെഡി പോപ്പുലർ ഇൻ തമിഴ്നാട്. അട്ടക്കത്തി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ലോക്കൽ ഹീറോ ആയിട്ടുണ്ട്. ബിക്കോസ് ഹിസ് ക്യാരക്ടർ ഭയങ്കര കാഷ്വലായിട്ടൊരു ലോ മിഡിൽ ക്ലാസ് ഫാമിലി. സോ വളരെ പോപ്പുലറാണിത്. ആൻഡ് രാജമുരുകൻ, ജേർണലിസ്റ്റ്, അവരുടെ റൈറ്റിങ്സ് ഒരു എ സെൻറ്റർ ഓഡിയൻസ് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഒരു ആദ്യമൊരു ഇതുണ്ടായിരുന്നു, എങ്ങനെ ഐ ഡോണ്ട് നോ എങ്ങനെ അവർ റിയാക്ട് ചെയ്യും. ഫസ്റ്റ് ഞങ്ങൾ മധുരയിലാണ് പോയത്. മധുരയിൽ പോയപ്പോൾ ഞാൻ ആദ്യം എത്തി. ആൻഡ് കുക്കു ഷോ നടക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി അവരെ അഡ്രസ്സ് ചെയ്യുക. ദാറ്റ് വാസ് ദ പ്ലാൻ. സോ ഷോ നടക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം നിർത്തി. ആൻഡ് അവർ കൂവാൻ തുടങ്ങി. ഷോ അത് എന്തോ കുഴപ്പമാണെന്ന് വിചാരിച്ച് അവർ കൂവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കയറി ചെന്നു. അപ്പോൾ അവർ ഇത് നമ്മുടെ സ്വതന്ത്ര കൊടിയല്ലേ, കൊടി എന്നൊക്കെ പറഞ്ഞ് ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. സോ ഐ വാസ് ഹാപ്പി. അങ്ങനെ ഒരു റെസ്പോൺസ് ആദ്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. നമ്മൾ പുറത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന 2-3 ആൾക്കാർ ചോദിക്കുന്നതും നമുക്ക് വേണ്ടി ഒച്ചയും വിളി ഉണ്ടാക്കുന്നതും ഇസ് വെരി ഡിഫറെൻറ്റ്. സോ ആ ഒരു സന്തോഷം, അവരും എന്നെ ആക്സെപ്റ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു സംതൃപ്തി വളരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സേലം പോയി. സേലത്ത് അതിനേക്കാളും വളരെ കൂടുതലായിരുന്നു. ദിനേശ്, ഞങ്ങൾ 2-3 വാക്ക് സംസാരിക്കണമായിരുന്നു. അപ്പോൾ ആദ്യം ഡയറക്ടർ സാർ സംസാരിച്ചു, അത് കഴിഞ്ഞ് ദിനേശ് സംസാരിച്ചു. അതിൻ്റെ മുന്നേയൊക്കെ വളരെ എപ്ലോസ് കൂവി വിളിച്ച് ഒച്ച ഉണ്ടാക്കി. ആൻഡ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ക്ലാപ്പ്. പക്ഷേ ഐ റിസീവ് ദ സെയിം ക്ലാപ്പ്. എന്നെ അവർ നേരത്തെ അറിയില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പെർഫോമൻസ്. അതവർ ഇഷ്ടപ്പെടുന്നു, അതവർ ആക്സെപ്റ്റ് ചെയ്യുന്നു. അവർക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി കൊടിയാണ്, ഞാനൊരു ഡൽഹിയിൽ പഠിക്കുന്ന 10ാം ക്ലാസ് കുട്ടിയെന്ന് അവർക്ക് തോന്നുന്നില്ല. ദാറ്റ് മെയ്ഡ് മീ ഹാപ്പി. ഐ കുഡ് ടോട്ടലി ട്രാൻസ്ഫോം മൈസെൽഫ് എന്നുള്ള സംഭവം.